ഹലോ, വെൽക്കം ടു സ്നേഹ ടേസ്റ്റ് റീൽസ്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ ഒരു ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തിക്ക് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് വാഴക്കൂമ്പ്. നേന്ത്രക്കൊലയുടെയോ പാളയംകോടൻ്റെയോ കൂമ്പ് നമുക്ക് എടുക്കാവുന്നതാണ്. ഞാനിവിടെ പാളയംകോടൻ്റെ വാഴക്കൂമ്പാണ് എടുത്തേക്കുന്നത്. ഇത് മെയിനായിട്ട് നോർത്ത് ഈസ്റ്റുകാരാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ വാഴക്കൂമ്പ് കൊണ്ട് തോരനല്ലേ ഉണ്ടാക്കാറുള്ളൂ. ഇനി എന്തായാലും ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യം തന്നെ നമ്മുടെ വാഴക്കൂമ്പിൻ്റെ പുറത്തെ പോളയെല്ലാം നമുക്ക് ഇളക്കിക്കളയാം. എന്നിട്ട് അകത്തുള്ള ഒരു വെള്ള ഭാഗം വരുന്നതുണ്ട്, അത് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പുറത്തെ പോളയ്ക്കൊക്കെ കുറച്ച് കട്ടി കൂടുതലാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ വെളുത്ത ഭാഗം മാത്രം എടുക്കുന്നത്. ഇതൊരു കുക്കറിലേക്കിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 വിസിലടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കൂമ്പ് നല്ലതായിട്ട് വേവുകയും ചെയ്യും, അതിൻ്റെ അകത്തെ കറയെല്ലാം പോവുകയും ചെയ്യും. ഈ വേവിച്ചത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോഴേക്കും തൊലിയൊക്കെ കളഞ്ഞ വെളുത്തുള്ളി ചേർക്കുക. അതിലേക്ക് കുറച്ച് ഇഞ്ചി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം പുളിയും ഒരു തക്കാളി നീളത്തിൽ കീറിയതോടെ ചേർക്കാം. ഇത്രയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്, അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോഴേക്കും നമ്മുടെ വാഴക്കൂമ്പ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞ് ഇളക്കി വയ്ക്കാം. ഇത് ഞാൻ ചൂടോടാണ് ചെയ്യുന്നത്. നിങ്ങൾ ചൂടൊക്കെ മാറി തണുത്തതിന് ശേഷം ചെയ്താൽ മതി. കൈകൊണ്ടോ പിച്ചാത്തി വെച്ചോ നമുക്കിതൊന്ന് ചെറുതാക്കി എടുക്കണം. അരിയുമ്പോൾ മൊത്തത്തിൽ അരിയരുത്, ഇതിൻ്റെ മുകളിലത്തെ ആ ഭാഗം നമ്മൾ എടുക്കത്തില്ല, അത് മാത്രം ഒന്ന് വൃത്തിയാക്കി ഒന്ന് എടുക്കണം. ഈ ഒരു ഭാഗം മാത്രം നമുക്കൊന്ന് ഒഴിവാക്കാം. ഇത് കുറച്ച് കട്ടിയുള്ള ഭാഗമാണ്, ചിലപ്പോൾ ഇത് കഴിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് നമ്മളിത് കളയുന്നത്. എന്നിട്ട് നമ്മൾ ചെറുതാക്കി വെച്ച വാഴക്കൂമ്പും കൂടെ നമ്മുടെ പാനിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാത്തിൻ്റെ ഒരു പച്ചക്കുത്തൊന്ന് മാറിയാൽ മതി, അല്ലാതെ വലിയ ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതെല്ലാം ഒന്ന് വഴന്ന് വരുമ്പോൾ തന്നെ നമ്മുടെ തക്കാളിയിലെ തൊലിയൊക്കെ ഒന്ന് വിട്ട് വരും. അപ്പം നമുക്ക് ആ തൊലിയൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. ഭയങ്കര എളുപ്പമാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ, ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. എന്നും ഒരേ ടേസ്റ്റല്ലേ കഴിക്കുന്നത്, ഇടയ്ക്കൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കാം. ഇത് വാഴക്കൂമ്പ് കൊണ്ടുള്ള ചമ്മന്തിയാണെന്ന് ഒരിക്കലും തിരിച്ചറിയത്തില്ല, നമ്മൾ പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ. വാഴക്കൂമ്പ് കഴിക്കാത്തവർക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി തീർച്ചയായും അവർ കഴിക്കും. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഈ തണുത്ത കൂട്ട് ഒരു ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇനി വാഴക്കൂമ്പ് ഒന്നും ആരും എടുത്ത് കളയാതെ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഭയങ്കര സിമ്പിളാണ്. ഇതിലിനി വേറെ ഒന്നും ചേർക്കുന്നില്ല, ഈ അരച്ചെടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വാഴക്കൂമ്പ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിന് ചൂട് കഞ്ഞിയുടെ കൂടോ അല്ലെങ്കിൽ ചൂട് ചോറിൻ്റെ കൂടോ ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാനിവിടെ ചൂട് കുത്തരി കഞ്ഞിയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. ചൂടോടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചൂട് കഞ്ഞിയുടെ കൂടെ ഇത് സൂപ്പർ കോമ്പിനേഷനാണ്. ഇനി വാഴക്കൂമ്പ് കിട്ടുമ്പം എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ.
ഇത് സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എല്ലാവർക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണേ. താങ്ക്